പ്രിയരെ, ആത്മീയ ഫലദായകത്വത്തിന്റെ കുളിർമയെ അനുഭവവേദ്യമാക്കുന്ന വചനഭാഗത്തിലൂടെ ഈ കൈത്താക്കാലം നമ്മെ നയിക്കുന്നു. ഇടമുറിയാത്ത വചനം നമ്മുടെ ഹൃദയങ്ങളിലൂടെ പെയ്തിറങ്ങട്ടെ. അതൊരു പ്രവാഹമായി, വചനസാക്ഷ്യമായി ഒഴുകിത്തുടങ്ങുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം ഫലമണിയും. സഹോദര സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടുകൊണ്ട് ദൈവസ്നേഹ പാരമ്യത്തിന്റെ അടിത്തട്ടിൽ തൊട്ടുയരുന്ന ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ മറ്റൊരു മുഖം. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 38 മുതലുള്ള തിരുവചനങ്ങൾ. സഹോദരരെ, ഇത് ദൈവിക ശബ്ദം, വോയിസ് ഓഫ് ഗോഡ്. എടി സിനി, ഈ പെണ്ണ് വിളി കേൾക്കുന്നില്ലല്ലോ. സിനി, പപ്പയെ വിളിച്ചേ, വേഗം കുരിശ് വരയ്ക്കാം. ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് തീർക്കണം. ഓ മമ്മി തുടങ്ങി. ഞാൻ ഈ ഹോംവർക്ക് ഒന്ന് ചെയ്തു തീർത്തോട്ടെ. പറച്ചിൽ കേട്ടത്തോന്നും 1 കോടിയുടെ ഫ്ലാറ്റിൽ മമ്മിക്ക് കൂടി താമസിക്കാൻ സ്ഥലം കിട്ടുന്നു. അതെടി തോന്നും. മര്യാദയ്ക്ക് കുരിശ് വരക്കടി. കർത്താനമാരാക പരിസ്ഥിതി. അയ്യോ, അരി അരിച്ചു വെച്ചിട്ടില്ല. ആ കുക്കറൊന്ന് ഓഫാക്കണേടി. എന്റെ പൊന്നുമേരി, നീ ഒന്നീ കുരിശു വരയ്ക്ക്, അല്ലെ കുക്കർ ഓഫാക്ക്. മോളെ സിനി, വന്നേ. പണിയൊക്കെ തീർത്തിട്ട് നമുക്ക് കുരിശു വരച്ചാൽ പോരെ? നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കണം. മേരി കേട്ടല്ലോ? നിങ്ങൾക്കത് പറയാം. ഇവിടെ രാവിലെ മുതലുള്ള പണിയാ. ആരെങ്കിലും ഉണ്ടോ ഒരു കൈ സഹായത്തിന്? എല്ലാത്തിനും എന്റെ ഒരാളുടെ കൈ ചെല്ലണം. എന്നാ ഒരു നല്ല വാക്ക് പറയോ? ഹോ, അതുമില്ല. എടി കെട്ടിയോളെ, മേരിക്കുട്ടി, നിനക്കിതെല്ലാം ഒരു വലിയ ബാധ്യത പോലെയോ ഭാരം പോലെയോ തോന്നുന്നുണ്ടെങ്കിൽ അത് നിന്റെ തെറ്റാ. എന്റെ ഉത്തരവാദിത്വം ഞാൻ ചെയ്യണം, നിന്റേത് നീയും. അപ്പോഴേ ഇതൊരു കുടുംബമാകൂ. അല്ലാതെ ചെയ്ത നന്മകൾക്ക് കണക്ക് പറഞ്ഞിട്ട് കർത്താവിന്റെ മുന്നിൽ വന്ന് മുട്ടുകുത്തിയിട്ടൊരു കാര്യവുമില്ല കേട്ടോ. നീ ചൂടാൻ വേണ്ടി പറഞ്ഞൊന്നല്ല കേട്ടോ. എടാ സിബി, നീ വരുന്നില്ലേ വേണ്ട പ്രോഗ്രാമിന്? ഓ, ഞാനില്ലടാ. ആകെ ഒരു ദിവസം ലീവ് കിട്ടിയതാ. എടാ, കുർബാനി കുമ്പസാരം ക്ലാസ് കൊണ്ടാടാ. ഞാൻ വെയിറ്റ് ചെയ്യാം, നീ വേഗം വാ. എന്റെ പൊന്നു ജസ്റ്റിനെ, നീ ഒന്ന് പൊയ്ക്കേ. അല്ലെങ്കിൽ തന്നെ നിന്നെ കൊണ്ട് ഞാൻ മടുത്തിരിക്കുക. അതെന്താടാ? എന്റെ പപ്പയും മമ്മിയും സ്ഥിരമായിട്ട് നിന്നെ കണ്ടുപഠിക്കേ എന്ന് പറഞ്ഞ് എന്നെ കൊല്ലാക്കൊല ചെയ്യുക. അതും പോട്ടെ, നീ പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. പിന്നെ എങ്ങനെ നീ ഇത്ര പെട്ടെന്ന് അങ്ങ് വിശുദ്ധനായത്? എടാ, നിന്നോട് തർക്കിക്കാനൊന്നും ഞാനില്ല. ഇന്ന് നിനക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. പ്ലീസ് എടാ വാടാ. നിനക്ക് ചോറെടുക്കാൻ മടിയാണെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് തന്നേക്കാം. എടാ വേഗം വാ. ഓ, നിന്നെ കൊണ്ട് തോറ്റു. നിക്ക്, ഞാൻ വരാം. ഡ്രസ്സൊന്ന് മാറട്ടെ. എടാ ജസ്റ്റിനെ, താങ്ക്സ് ഇട്ടോ. എന്ത് നല്ല ദിവസമായിരുന്നടാ ഇന്ന്. നന്നായിട്ട് ഒരുങ്ങി കുമ്പസാരിക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞുള്ള വിശുദ്ധ കുർബാനയും ആരാധനയും ക്ലാസും ശരിക്കും ഒരു അനുഭവമായിരുന്നു. താങ്ക്സ് ഡാ. ആഹാ, നീ ആളാകെ മാറിപ്പോയല്ലോ. നല്ല കാര്യം. ഇപ്പം മനസ്സിലായില്ലേ ശരിക്കുള്ള സന്തോഷം എവിടെയാണെന്ന്? ഇന്നത്തെ സുവിശേഷത്തിലെ മറിയത്തെ പോലെ നീ നല്ല ഭാഗം തിരഞ്ഞെടുത്തു. ഇന്ന് നിനക്ക് കിട്ടിയ ഈ അനുഭവം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഈശോയെ കൂടെ നടക്കുന്ന കൂട്ടുകാരനെ പോലെ കാണാൻ സാധിക്കുന്ന ഒരു ആത്മീയ ബന്ധം നീ സ്ഥാപിക്കണം. ഓക്കേടാ. എടാ, ഇനി നീ വന്നില്ലെങ്കിലും ഞാൻ പള്ളിയിൽ പോകൂട്ടോ. ഇനി നീ എന്നെ കണ്ടുപിടിക്ക്. ഓക്കെ, സെറ്റ്. പ്രിയരെ, ആധുനികതയുടെ പ്രവർത്തന മികവിന്റെ മഹിമയ്ക്കപ്പുറം പ്രാർത്ഥനയുടെ ശാന്തതയെ അനുഭവിക്കാനുള്ള ആഹ്വാനം. മുഖം മൂടിയിട്ട കുശലാന്വേഷണങ്ങൾക്കും ഉപരി വ്യക്തിപരമായ ഹൃദയത്തെ തൊടുന്ന ആത്മീയ ബന്ധം സ്ഥാപിക്കാൻ, സഹോദരങ്ങളോടും സഹജീവികളോടും സർവോപരി ദൈവത്തോടും ചേർന്നിരിക്കാൻ, നല്ല ഭാഗം തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. സംഹാരരൂപിണിയായ കാലവർഷത്തിന്റെ കെടുതികളിൽ വേദനിക്കുന്നവരോട് കരുണയുടെ കരുതലായ കരങ്ങൾ നീട്ടാൻ മനസ്സുണരട്ടെ. പ്രാർത്ഥനകൾ, സ്നേഹം, സന്തോഷം. ശുഭദിനം.